ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരൻ ശ്രീ വിജിൽ മോഹൻ, ഈ യോഗം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്റെ ആവേശമായ, കോൺഗ്രസ് പ്രവർത്തകന്റെ രക്തത്തെ ചൂടുപിടിപ്പിക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്, ഏറ്റവും ബഹുമാനനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗം ശ്രീ കെ സുധാകരൻ എംപി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ്, ഏറ്റവും ബഹുമാനനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ കണ്ണൂർ ജില്ലക്കാരിയായ ശ്രീമതി ഷിബിന വി കെ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ ശ്രീ അനുരാജ്, സംഘടനാ ചുമതല വഹിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോമോൻ ജോസ്, കണ്ണൂർ ജില്ലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് പാറയിൽ, കണ്ണൂരിൽ നിന്നുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ രാഹുൽ ബച്ചിയോട്ട്, ശ്രീ അബ്ദുൾ റഷീദ്, പ്രിയപ്പെട്ട നിമിഷ, ശ്രീ റോബർട്ട്, ശ്രീ മൂസിൻ അടക്കം വേദിയില് സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട പ്രസിഡന്റ്, നമ്മൾ ഈ ജാഥയുമായി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് ഇരിക്കുകയാണ്, CPM-കാരൻ്റെതായ ഒരു ബോർഡ്. ആ ബോർഡ് പകൽ വെളിച്ചത്തിൽ വെക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കും ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന് വെച്ചത്. സാധാരണ ഇവരിങ്ങനെയാണല്ലോ. അപ്പോ അവിടെ ഗാന്ധി പ്രതിമ തകർത്തത് തലയിലുള്ള മാർക്സും വയറ്റിൽ കിടക്കുന്ന ജവാനും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തോന്നല് ഈ മാർക്സിസ്റ്റുകാരന്മാർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലെയുള്ള ഏതാണ്ട് മാർക്സിസ്റ്റുകാരന്മാര് ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചു. ആ ബോർഡിനകത്ത് എന്നെ കുറെ ആക്ഷേപിക്കുന്നു. ആ ബോർഡിനകത്ത് അവന്മാര് എഴുതി വെച്ചിരിക്കുന്നത് പല്ല് കൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതമെന്ന്. ആ ബോർഡ് വെച്ച മാർക്സിസ്റ്റുകാരോടാണ് പറയുന്നത്, എടാ വിവരദോഷികളെ, ആ നീയൊക്കെ പല്ല് കൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയതുകൊണ്ടാണല്ലോ പല്ല് കൊഴിഞ്ഞു എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ നിന്റെയൊക്കെ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം കാണിച്ചിറങ്ങിയാൽ നിന്നും ഉള്ളിപ്പോകും. ഈ പ്രായത്തിൽ അയാൾ കാണിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളുടെ പ്രായത്തിൽ നടത്തിയാൽ പോലും നിന്നും ഉള്ളിപ്പോകും. പിന്നെ ആ സിംഹം തന്നെയാണോ മലപ്പട്ടത്തിന്റെ MP? ആ സിംഹം തന്നെയാണോ ഇന്ത്യയൊക്കെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ MP? ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ പോളിറ്റ് ബ്യൂറോയിലെ മെമ്പർ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗം 60,000 വോട്ടിന് ജയിച്ച ശ്രീമതി KK ശൈലജയുടെയും MP കെ സുധാകരൻ തന്നെയാണ്? അതുകൊണ്ട് പ്രായം കൂടിയത് കൊണ്ടാണ് നിനക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുള്ളത് എങ്കിൽ അയാളുടെ നിന്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ആയകാലം എന്ന് പറയുന്ന പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിൽ ബ്രണ്ണൻ കോളേജ് നിന്റെയൊക്കെ ഒരു മുന്തിയ നേതാവിന്റെ പുറത്ത് കൊടുത്തൊരു ചവിട്ടിന്റെ പാല് ഇന്നും ആ നേതാവിന്റെ മനസ്സിൽ നിന്നും മുതുകിൽ നിന്നും മാറിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോ ആ ബ്രണ്ണനിലെ പഴയ തള്ളുകാരനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അതുകൊണ്ട് ശൗര്യ അളക്കാൻ ഇറങ്ങണ്ട. സുധാകരന്റെ ശൗര്യ അളക്കാൻ ഇറങ്ങിയ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നല്ല നിലയുണ്ടായിട്ടില്ല എന്ന് ഈ പുതിയ കാലഘട്ടത്തിലെ മാർക്സിസ്റ്റുകാരന്മാര് മനസ്സിലാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആ ശൗര്യം അളക്കാൻ നിന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ജവാനും പുറത്ത് പ്രസംഗിക്കുന്ന മാർക്സിനും കഴിയില്ല എന്ന് കൃത്യമായി താക്കീത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എന്നെ പറ്റി പറഞ്ഞു, ഞാനത് കാര്യമാക്കുന്നില്ല, എന്തോ വ്യാജനം നാളെയാണ് നിനക്കൊക്കെ. 1.5 വർഷമായിട്ട് ഏത് വാഴയാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? 1.5 വർഷമായിട്ട് എനിക്കെതിരെ നിന്റെയൊക്കെ DYFIയുടെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന എത്ര പോലീസാണ് അന്വേഷിച്ചത്? ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുവന്നില്ലേ? എത്ര കേരള പോലീസിനെ കൊണ്ടുവന്നു? ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ വ്യാജ എന്ന് കരയാനല്ലാതെ ഒരു FIR എടുപ്പിക്കാൻ നിന്റെയൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായിലെ വീട്ടിൽ വരുമ്പോ നിന്നെയൊക്കെ അകത്തേക്ക് കയറ്റുമെങ്കിൽ ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടുപോയി തീർത്താൽ മതിയെന്ന് എന്റെ വാക്ക് കേൾക്കുന്ന ആ ഇരുട്ടിൽ ഫ്ലക്സ് ബോർഡ് വെച്ചവന്മാരോട് പറയുക. ആ ബോർഡ് തകർക്കാൻ ഞങ്ങൾക്ക് അതേ സമയമൊന്നും. ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർന്നു, അതാ ഞാൻ പറഞ്ഞത്. പുറത്തുള്ള മാർക്സും ഉള്ളിൽ കിടക്കുന്ന ജവാനും കൂടെ ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് അംബേദ്കർ ഏതാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. അതുള്ളപ്പോ അമ്മ ഏതാ പെങ്ങൾ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തവന്മാരാണ് നമ്മളെ ഗാന്ധിയെ തിരിച്ചറിയണമെന്ന് പറയുന്നത്.
അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഗാന്ധിയുടെ സ്തൂപം നിന്ന സ്ഥലത്ത് തന്നെ ശ്രീ കെ സുധാകരൻ തറക്കല്ലിട്ട് അതേ മണ്ണിൽ തന്നെ ഗാന്ധിയുടെ സ്തൂപം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുകയും ചെയ്യും, ഉയർത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ആ ഗാന്ധി പ്രതിമ അവിടെ വന്ന് അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും. നീയൊക്കെ തകർക്കാൻ പറ്റുമെങ്കിൽ തകർക്ക്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധി നിന്ന് നടത്തിയവ, ഗാന്ധിജി നടത്തിയ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത പണമല്ല പത്രം തുടങ്ങിയവന്മാരല്ലേ നിങ്ങൾ? അതുകൊണ്ട് ആ ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നിങ്ങൾ കാണിക്കുന്ന ഗാന്ധി നിന്ദയൊന്നും അത്ര വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇവിടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അതിർത്തിയിലെ എല്ലാ പ്രദേശത്തുമുള്ള മനുഷ്യന്മാർ ജീവഭയത്താൽ കഴിയുമ്പോൾ, അങ്ങനെ ജീവഭയത്താൽ കഴിയുമ്പോഴും നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനോട് ഒരു കടുകുമണിയുടെ കോംപ്രമൈസ് പോലും ചെയ്യില്ല എന്ന് കരുതിക്കൊണ്ട് അതിർത്തിയിൽ ഒരു മനുഷ്യൻ പോലും മാറാതെ ഈ രാജ്യത്തെ വീരന്മാരായ സൈനികന്മാർ കണ്ണിമചുമ്മാതെ അതിർത്തിയിൽ കാവലിരിക്കുമ്പോ ഒരു രാജ്യം മുഴുവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ പ്രിയപ്പെട്ട പുത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ രാത്രിയിൽ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സനീഷിന്റെ വീട്ടിലേക്ക് നിങ്ങൾ അക്രമം അഴിച്ചു വിട്ടില്ലേ? അതേ ദിവസം തന്നെയല്ലേ നിങ്ങൾ ഗാന്ധിജിയുടെ പ്രതിമ തകർത്തത്? എല്ലാം കഴിയുമ്പോ ഞാൻ നോക്കുമ്പോ ഫേസ്ബുക്കിനകത്ത് നമ്മളുടെ ഒരു യൂട്യൂബർ, സ്ഥിരമായി പണമധികാരം അടിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ, ഒരു മുൻ MLA, അയാൾ വന്നിട്ട് പറയുക, അയ്യോ യുദ്ധമൊന്നും പാടില്ല, ഇത് മാനവരാശിക്ക് നല്ലതല്ല, രക്തം ചൊരിയാൻ പാടില്ല. ആരാ പറയുന്നത്? ഇവരുടെ ഒരു യൂട്യൂബർ, പ്രമുഖരായ യൂട്യൂബർ. അയാൾ പറയുകയാണ് രക്തം ചൊരിയാൻ പാടില്ല, മനുഷ്യ സ്നേഹത്തെ പറ്റി ഇങ്ങനെ കവിത രചിക്കുകയാണ്. ഈ മാന്യദേഹത്തിന്റെ ഫേസ്ബുക്ക് ഞാനൊന്ന് നോക്കിയപ്പോ പഹൽഗാമിന്റെ മണ്ണിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയ 29 ഇന്ത്യക്കാർ വെടിയേറ്റ് മരിച്ചു. പാകിസ്ഥാന്റെ തീവ്രവാദികളുടെ, പാകിസ്ഥാൻ പട്ടാളം സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു. ഈ അഭിനവ മാനവ സംരക്ഷകന്, ഈ അഭിനവ മനുഷ്യ സ്നേഹിക്ക പഹൽഗാമിലെ ഭീകരാക്രമണത്തെ പറ്റി ഒറ്റ വരിയുടെ അപലപനം പോലും ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തെ സാധാരണക്കാരായ 29 മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ടതിനെ പറ്റി ഒരിറ്റ കണ്ണീര് ഈ അഭിനവ മനുഷ്യ സ്നേഹിക്കില്ല. പക്ഷേ ഭാരതം, ഇന്ത്യ മഹാരാജ്യം അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടന്ന പാകിസ്ഥാന്റെ തീവ്രവാദ ബങ്കറുകളിൽ കഴിയുന്ന തീവ്രവാദികളെ കൊന്നപ്പോ ആ രാത്രിയിൽ തന്നെ ഈ അഭിനവ യൂട്യൂബർ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ്? നിങ്ങൾ മാനവ സ്നേഹത്തെ പറ്റി സംസാരിക്കണം, യുദ്ധങ്ങൾ പാടില്ല. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, പ്രിയപ്പെട്ട നേതാവേ, ഈ രാജ്യം ഇങ്ങനെ അതിർത്തിയിൽ കണ്ണുവചന്മാരെ കാവൽ നിൽക്കുമ്പോ, ഈ രാജ്യം ഒരു യുദ്ധമുണ്ടായാൽ ഈ നാട്ടിലെ ഓരോ പൗരനും ഈ രാജ്യത്തിന് വേണ്ടി പോരാടുവാൻ തയ്യാറായി നിൽക്കുന്ന അതേ ദിവസം നിങ്ങളുടെ മലപ്പട്ടത്തെ CPM-ന്റെ കുറേയേറെ എംബോക്കികൾ എന്താ ചെയ്തത്? അവന്മാര് ഉള്ളിൽ കിടക്കുന്ന ജവാന്റെ ബലത്തിൽ ഗാന്ധിയുടെ പ്രതിമ തകർക്കാൻ പോയില്ലേ? സനീഷിന്റെ വീടിന് നേരെ അക്രമം അഴിച്ചുവിട്ടില്ലേ? ഇതൊന്നും എഴുതി തരണ്ട. എഴുതി തന്നിരിക്കുന്നത് മലപ്പട്ട സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരായിട്ടുള്ള 2 ചങ്ങാതിമാരാണത്രേ ഈ അക്രമമെല്ലാം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതിപ്പോഴല്ല എഴുതി തരേണ്ടത്. ഒരു 8 മാസം കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് വരും. ആ ഗവൺമെന്റ് വരുമ്പോൾ ഈ സഹോദര ജീവനക്കാരന്മാരെ നമ്മൾ കൈകാര്യം ചെയ്യും. അന്നേരം എഴുതി തന്നാണ്, അന്നേരം നോക്കി വെച്ചിട്ട് തന്നെ നമുക്കതിന്റെ കണക്ക് തീർക്കാം. നിയമപരമായിട്ടുള്ള കണക്ക് തീർപ്പിനെ പറ്റിയാണ് പറയുന്നത്. അതല്ലാതെ കണക്ക് തീർക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എത്രയേറെ CPM-ന്റെ ഓഫീസുകൾ ഉണ്ടായിരുന്നു, എത്രയേറെ CPM-ന്റെ കൊടിമരങ്ങൾ ഉണ്ടായിരുന്നു. എന്താ ചങ്ങാതിമാരെ, CPM-കാരെ, നിങ്ങളുടെ വിചാരം നിങ്ങളുടെ കൊടിമരം കാറ്റത്താണാത്ത കൊടിമരമാണ്? നിങ്ങളുടെ കൊടിമരം ഞങ്ങൾ പിഴുതാൽ പിഴാത്ത കൊടിമരമാണ് എന്ന് പല തെറ്റിദ്ധാരണയും നിങ്ങൾക്കിട്ടോ? അങ്ങനെ ഒരു അജണ്ട ഞങ്ങൾക്കില്ല. പണ്ട് നിങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെ നിങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല, ഞങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല, നിങ്ങളും കല്ലെറിയാൻ പാടില്ല, ഞങ്ങളും കല്ലെറിയാൻ പാടില്ല എന്ന തീരുമാനം എടുത്തതുകൊണ്ടാ. അതല്ലാതെ ആ മേളില്, ആ കടയ്ക്ക് മേളിൽ 20 പേര്, ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ഈ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ ആനൊന്ന് തുമ്മിയാൽ തെറച്ചു പോകുന്ന ആ 20 എംബോക്കികളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് വിടുന്നതാ. അങ്ങനെ കൈകാര്യം ചെയ്യുന്നതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം സമ്മതിക്കാനുള്ളതാണ്, ജനാധിപത്യപരമായി രാഷ്ട്രീയം പറയാനുള്ളതാണ്, അത് കൈക്കരുത്തുകൊണ്ട് നേരിടാനുള്ളതല്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ആളുകളെ എത്രയാ കൂടുതൽ, ആ ആളുകൾ കൂടുതലുള്ളതിന്റെ അഹങ്കാരവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ പുറകെ വന്ന താങ്ങും. നിങ്ങളൊരു വിചാരമുണ്ട്, നിങ്ങളെന്തോ വലിയ പാർട്ടി. എന്റെ പുനാര ചങ്ങാതിമാരെ, നിങ്ങൾ ഈ പാർട്ടി കളിച്ച് ഇന്ന് കേരളത്തിന്റെ ഒരു ഇട്ടാവട്ടത്ത് മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ അഭിനവ യൂട്യൂബർ, അതിനുശേഷം ഇന്നലെ ഒരു ചാനലുകാർ ചോദിച്ചു,
അല്ല, മലപ്പട്ടത്തെ സംഭവമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടല്ലോ, എന്താ പറയാനായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇമാതിരി അല്പത്തരത്തിൽ ഞാൻ മറുപടി പറയാറുള്ളതാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ അവസാനിപ്പിക്കും. ഇമാതിരി അല്പത്തരത്തിൽ മറുപടി പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ചങ്ങാതി 4 മിനിറ്റ് കരയുകയാണ്. കണ്ടു കാണും, 4 മിനിറ്റ് ആയിരുന്നു ചങ്ങാതിയുടെ കരച്ചിൽ. ആ ചങ്ങാതി വേറെ എന്തൊക്കെയോ പറയുന്നത്. എടോ, ഈ നാട്ടിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ ഒരു പ്രത്യയ ശാസ്ത്രത്തിന് പേരുണ്ട് എങ്കിൽ ആ പ്രത്യയ ശാസ്ത്രത്തിന്റെ പേര് കമ്മ്യൂണിസം എന്നാണ്. ഈ ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നിട്ടുള്ള ഏറ്റവും വലിയ നരഭോജികളായ 3 പേരെ എടുത്താൽ അതിലെ അഡോൾഫ് ഹിറ്റ്ലർ ഉണ്ട്, ബെനറ്റോ മുസോളിനി ഉണ്ട്, മൂന്നാമതുള്ളത് നിന്റെയൊക്കെ പാർട്ടി ഓഫീസിലെ ചുമലിരിക്കുന്ന ചിത്രത്തിലെ നേതാവ് ജോസഫ് സ്റ്റാലിനോ. ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ളത് നിന്റെയൊക്കെ ദക്ഷിണ കൊറിയയിലല്ലേ, നിന്റെയൊക്കെ ചൈനയിലല്ലേ, നിന്റെയൊക്കെ റഷ്യയിലല്ലേ? ഈ രാജ്യത്ത് നിങ്ങൾ അടക്കി ഭരിച്ച ബംഗാളിൽ എത്ര മനുഷ്യന്മാരെ കൊന്നൊടുക്കിയത്? മനുഷ്യന്മാരെ കൊന്നു കുഴിച്ചുമൂടി, ചില മനുഷ്യന്മാരെ പച്ചജീവനെ കുഴിച്ചു മൂടിയതിനു ശേഷം ഉപ്പിട്ട് വെച്ച ഉപ്പ് പറഞ്ഞിട്ട് വെച്ചതിന്റെ കഥ പറഞ്ഞത് നിങ്ങളുടെ മുൻ മന്ത്രിയല്ലേ ബംഗാളിലെ? ഈ കണ്ണൂരിന്റെ മണ്ണിൽ നിങ്ങൾ എത്ര എണ്ണത്തിനെ കൊന്നത്? എത്ര മനുഷ്യന്മാരെ കൊന്നത്? ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട ഷുഹൈബ് അടക്കം എത്ര പേരെയാണ് നിങ്ങൾ കൊന്നൊടുക്കിയത്? ആ കൊന്നവന്മാർ ഇറങ്ങി സമാധാനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെതിരായി കൃത്യമായി പ്രതികരിക്കുവാനുള്ള രാഷ്ട്രീയ ബോധം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അതിന്റെ പേരിൽ ഏത് യൂട്യൂബർ എത്രയൊക്കെ കരഞ്ഞാലും ആ കരച്ചിലുകളൊക്കെ പിന്നെയും കേൾക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ എത്രയോ കാലം മുമ്പ് ആ യൂട്യൂബർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എന്തൊക്കെയോ ആയുധമെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തേ അത്തരത്തിലുള്ള സമരങ്ങളെ എല്ലാം തള്ളി പറഞ്ഞിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ വല്ലാതെ വാളും പരിചയമായി വന്നപ്പോ പരിചയമെടുത്ത് ഈ നാട്ടിലെ പ്രവർത്തകരെ സംരക്ഷിച്ച NRന്റെയും KS സുധാകരന്റെയും പാർട്ടിയുടെ ആ പാരമ്പര്യത്തിന് ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് കൃത്യമായി പുതിയ തലമുറയിലെ CPM-കാരന്മാർ ഓർക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ പക്ഷെ അങ്ങനെ ഒരു പരിചയം എടുക്കാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയേറെ ആൾക്കൂട്ടമായി ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോഴും നിങ്ങൾ ഈ പ്രകോപനമെല്ലാം ഉണ്ടാക്കിയപ്പോഴും ഞങ്ങൾ തിരിച്ചു പ്രതികരിച്ചില്ലല്ലോ. ഞങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾ താങ്ങില്ല എന്ന ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലെങ്കിൽ. അതുകൊണ്ടാണ് പഠിച്ചിരിക്കാത്തത്. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ടാണ് നിങ്ങളുടെ ഈ ചാട്ടമെങ്കിൽ ആ പിണറായി വിജയനോട് തന്നെ സുധാകരന്റെ ഭൂതകാലത്തെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും, മക്കളെ ആ കളി തീക്കളിയാണ്, ആ ചങ്ങാതിയെ ചൊറിയാൻ പോണ്ട, ആ ചങ്ങാതി കയറി മാറ്റിയാൽ നിങ്ങൾ താങ്ങില്ല എന്ന് നിങ്ങളുടെയൊക്കെ മൂത്ത കാരണവരായ പിണറായി വിജയൻ പറഞ്ഞു തരും. ആയ കാലത്ത് പിണറായി വിജയന് പറ്റാത്ത കാര്യമാണോ പിണറായി വിജയന്റെ ശിഷ്യന്മാരായ പുതിയ കാലത്തെ മാർക്സിസ്റ്റുകാരന്മാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ആ പണി വേണ്ട. നമുക്ക് ഇവിടെ വെച്ച് ഈ പണി അങ്ങ് നിർത്തിയേക്കാം. ഇവിടെ വെച്ച് ഈ പണി നിർത്തുന്നതാണ് നിങ്ങൾക്കും നല്ലത്, ഞങ്ങൾക്കും നല്ലത്, ഈ നാടിനും നല്ലത് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം വളരെ സമാധാനത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ച് പദയാത്രയായി ഈ മലപ്പട്ടത്തിന്റെ മണ്ണിലേക്ക് ഞങ്ങൾ കടന്നു വന്നതിന്റെ ഉദ്ദേശത്തെ കോട്ടകളായിട്ടൊന്നുമില്ല ചങ്ങാതിമാരെ. മലപ്പട്ടം പഞ്ചായത്ത് ഇതിലേക്ക് നാട്ടാക്കി ഭരിക്കുകയല്ലായിരുന്നു പ്രതിപക്ഷമില്ലാതെ. കഴിഞ്ഞ നമ്മളൊരു മെമ്പറായില്ലേ, ആ ഒരു മെമ്പറിൽ നിന്ന് ഈ പഞ്ചായത്ത് UDF പിടിക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് കൃത്യമായി ഓർക്കുന്നതായിരിക്കും. പിന്നെ മലപ്പട്ട സർവീസ് സഹകരണ ബാങ്കിൽ ഇരുന്നുകൊണ്ട് ചില ആളുകൾ ഉണ്ടായിസം കാണിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എല്ലാ കാലത്തും വാസവൻ എന്ന ബന്ധമുണ്ട്. ആ ബോധ്യം ഈ സഹകരണ ജീവനക്കാർക്കെല്ലാം കൃത്യമായിട്ടുണ്ടായാൽ ഇന്ന് നീയൊക്കെ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും, എല്ലാ കള്ളത്തരത്തിനും, എല്ലാ അഴിമതിക്കും എണ്ണി ഒരു കണക്ക് പോലും അതുകൂടെ കുറിച്ചൊക്കെ തരാൻ പറഞ്ഞു, ഒരു കണക്ക് പോലും നമ്മൾ പെൻഡിങ് വെക്കാതെ നിയമപരമായി തന്നെ ഈ സർവീസ് സഹകരണ ബാങ്കിലെ ഗുണ്ടകളെയും ക്രിമിനലുകളെയും നമ്മൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഏതൊരു സൊസൈറ്റിയെ വെച്ചുകൊണ്ട് ഏതൊരു ചങ്ങാതി ഊഴിമണ്ണിന്റെ കടത്തിന്റെ അഴിമതിയൊക്കെ നടത്തുന്നതായിട്ട് പറയും. ഊഴിക്കച്ചവടം 9 കോടിന്റെ അഴിമതി. അപ്പോ ആ ചങ്ങാതിയോട് പറയാനായിട്ടുള്ളത്, ഇങ്ങനെ അഴിമതിയൊക്കെ നടത്തി കഴിയുന്നവരുത്തൻ കുറച്ചൊക്കെ മാന്യം മര്യാദയ്ക്കൊക്കെ ജീവിക്കണ്ടേ? അതല്ലാണ്ട് വല്ലാണ്ട് കയറി ചൊറിയാൻ വന്നാൽ നേരത്തെ വല്ല കാര്യമുണ്ടോ എന്നുള്ളതിനെ ആലോചിച്ചു. എന്താ ചങ്ങാതിയുടെ പേര്? സജിത്തോ? ആ സജിത്ത്. എന്റെ പുന്നാര ചങ്ങാതി സജിത്തെ, നേരത്തെ ഈ മലപ്പട്ടത്തെ 10,000 or 1,000 പേര് മാത്രമായിരുന്നു നിങ്ങൾ പൂഴിമണ്ണ് നടത്തിയ കാര്യമാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? അവിടെ വന്ന സനീഷിന്റെ വീട്ടിലോട്ട് നിങ്ങൾ ഒരു ഗുണ്ടായുസം കാണിച്ചത് കാരണം നിങ്ങൾ പൂഴിമണ്ണ് നടത്തുകാരനാണ് എന്നും കള്ളനാണ് എന്നും കേരളം മുഴുവൻ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നഷ്ടാർക്കം. ഇനി ആ 9 കോടി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം?
ഈ മണ്ണിന്റെ നാട്ടിൽ നിന്ന് ജന്മത്തിൻ്റെയൊക്കെ ദേഹത്തുനിന്ന് പോകും. അതുകൊണ്ട് ആ പണിക്കൊന്നും നിൽക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത് അങ്ങനെ ഒരു റിക്വസ്റ്റ് ആയിട്ടൊന്നും എടുക്കണ്ട, താക്കീതായിട്ടും എടുക്കണ്ട. മാധ്യമപ്രവർത്തകരെല്ലാം നിൽക്കുമ്പോൾ ആളം മുട്ടിയിട്ട് പറയുന്ന ഭീഷണിയായിട്ട് തന്നെ ഈ നാട്ടിലെ CPM-കാർ എടുത്തോണം എന്ന് തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധമായ സ്നേഹാഭിവാദികൾ അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതൊരു കോൺഗ്രസ് പ്രവർത്തകന്റെയും ആവേശമായ കെ സുധാകരൻ എന്ന പേര് കേൾക്കുമ്പോൾ ആവേശപ്പെടാത്ത ഒരൊറ്റ കോൺഗ്രസുകാരൻ പോലും ഈ നാട്ടിലില്ല എന്നുള്ളത് തന്നെയാണോ ഈ സിംഹത്തിന്റെ ഏറ്റവും വലിയ ശൗര്യം, ഏറ്റവും വലിയ ഗർജനമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കണ്ണൂരിന്റെ MP, കളിപ്പറമ്പിന്റെ MP, മട്ടന്നൂരിന്റെ MP, ധർമ്മളത്തിന്റെ MP ഗോവിന്ദന്റെ MP, പിണറായി വിജയന്റെ MP, KK ശൈലജയുടെ MP, ശ്രീ കെ സുധാകരനെ ഉദ്ഘാടനം ചെയ്യുന്നതിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.